കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? പശുക്കുട്ടിയെ, പശുവമ്മേ, വടിയേ, വടി വളരും ചെടിയേ, ചെടി വളരും കുളമേ, കുളത്തിലെ മീനേ, മീൻ പിടിക്കുന്ന മുക്കുവരേ, മുക്കുവരുടെ പൂച്ചയെ, നിനക്കെന്റെ പേരറിയാമോ? പേരറിയാമോ? ഇന്ന് പറയാൻ പോകുന്നതേ പേര് മറന്നുപോയ ഒരാളുടെ കഥയാണ്. ആരാണ് പേര് മറന്നുപോയതെന്നറിയാമോ? ഒരു ഈച്ചച്ചാര്. ഈച്ചച്ചാര് രാവിലെ ഉറക്കമെഴുന്നേറ്റു. എഴുന്നേറ്റ് കണ്ണാടിയിൽ മുഖം നോക്കിയതും ഈച്ചച്ചാർക്ക് ആകെ ഒരു പരിഭ്രമം. എന്താ കാര്യം എന്നറിയോ? ഞാൻ ആരാ? ഇങ്ങനെ ഒരു ചോദ്യം ഈച്ചയുടെ മനസ്സിലേക്ക് വന്നു. അതേനേ, ഈച്ചയുടെ പേര് മറന്നുപോയി. അയ്യോ, എന്ത് ചെയ്യാനാ? ഈച്ച എന്ത് ചെയ്തെന്നോ, ഓടി തൊഴുത്തിലേക്ക് പോയി. ഈ തൊഴുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പശുവിനെയൊക്കെ കെട്ടുന്ന സ്ഥലം അല്ലേ? അവിടെ ഒരു പശുക്കുട്ടി നിൽക്കുന്നു. ഈച്ച പെട്ടെന്ന് പശുക്കുട്ടിയുടെ അടുത്തേക്ക് പറന്നു ചെന്നു. എന്നിട്ട് ചോദിച്ചു, പശുക്കുട്ടി, പശുക്കുട്ടി, നിനക്കെന്റെ പേരറിയാമോ? പശുക്കുട്ടി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അയ്യോ, എനിക്ക് നിന്റെ പേരറിയില്ലല്ലോ. എന്താ നിന്റെ പേര്? അതാണ് പ്രശ്നം, എനിക്കും എന്റെ പേരറിഞ്ഞൂടാ. പശുക്കുട്ടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ദേ എന്റെ അമ്മ അവിടെ നിപ്പുണ്ട്, നീ അമ്മയോട് ചോദിച്ചേ, ചിലപ്പോ അമ്മയ്ക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഈച്ചച്ചാർ എന്ത് ചെയ്തെന്നോ, നേരെ പശുക്കുട്ടിയുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, പശുവമ്മേ, പശുവമ്മേ, നിങ്ങൾക്കെന്റെ പേരറിയാമോ? പശുവമ്മ എന്ന് ആലോചിച്ചു. എന്നിട്ട് വാലുകുലുക്കി, തലയാട്ടി, എന്നിട്ട് പറഞ്ഞു, അറിയില്ലല്ലോ. ബാ, എന്റെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ, നിന്റെ പേരെനിക്ക് അറിയില്ല. നീ ഒരു കാര്യം ചെയ്, ദേ അവിടെ ഒരു വടി ഇരിപ്പുണ്ട്, ആ വടിയോട് പോയി ചോദിച്ചേ നിന്റെ പേരെന്താണെന്ന്. ഈച്ച പെട്ടെന്ന് പറന്ന് വടിയുടെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, വടിയേ, വടിയേ, നിനക്കെന്റെ പേരറിയാമോ? വടി പറഞ്ഞു, എനിക്ക് എങ്ങനെയാ നിന്റെ പേരറിയാവുന്നത്? എനിക്ക് എന്റെ പേര് പോലും അറിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ വളരുന്ന ഒരു ചെടിയുണ്ട് ദേ അവിടെ, ആ ചെടിയോട് പോയി ചോദിച്ചേ. അങ്ങനെ ഈച്ച എന്ത് ചെയ്തു? വടി വളരുന്ന ചെടിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ചെടിയേ, ചെടിയേ, നിനക്കെന്റെ പേരറിയാമോ? ചെടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, നിന്റെ പേര്, അയ്യോ, എന്റെ നാവിൻ തുമ്പത്തുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല. നീ ഒരു കാര്യം ചെയ്തേ, ഞാൻ വളരുന്ന കുളം അവിടെയുണ്ട്, ആ കുളത്തിൽ ഒന്ന് ചെന്നിട്ട് ആ കുളത്തിനോട് ചോദിച്ചേ. ഈച്ച നേരെ പറന്നു ചെന്ന് എവിടെ പോയി? കുളത്തിന്റെ അടുത്തെത്തി. എന്നിട്ട് കുളത്തിനോട് ചോദിച്ചു, ചെടി വളരുന്ന കുളമേ, ചെടി വളരുന്ന കുളമേ, നിനക്കെന്റെ പേരറിയാമോ? അയ്യോ, നിന്റെ പേര്, അയ്യോ, എനിക്ക് അറിയായിരുന്നു നിന്റെ പേര്, പക്ഷേ എനിക്ക് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാമോ? ഈ കുളത്തിലെ മീനുകളോട് നീ ചോദിച്ചു നോക്കിയേ, അവർക്കറിയാമായിരിക്കും നിന്റെ പേര്. ഉടനെ നമ്മുടെ ഈച്ചച്ചാര് കുളത്തിലെ മീനുകളോട് ചോദിച്ചു, മീനുകളെ, മീനുകളെ, നിങ്ങൾക്ക് എന്റെ പേരറിയാമോ? പെട്ടെന്ന് മീനുകള് കുളത്തിൽ വെള്ളത്തിന് മുകളിലേക്ക് വന്നു. എന്നിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അയ്യോ, നിന്റെ പേര് ഞങ്ങൾക്കറിയില്ല. ഒരു കാര്യം ചെയ്യൂ, ഞങ്ങളെ പിടിച്ചുകൊണ്ടു പോകുന്ന മുക്കുവനില്ലേ, മുക്കുവനോട് ചോദിച്ചു നോക്കൂ. ഈച്ച നേരെ മുക്കുവന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മുക്കുവരെ, മുക്കുവരെ, നിങ്ങൾക്ക് എന്റെ പേരറിയാമോ? ഉടനെ മുക്കുവൻ പറഞ്ഞു, അയ്യോ, നിന്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഈ വീട്ടിലെ പൂച്ചയുണ്ടല്ലോ, ആ പൂച്ചയോട് ചോദിച്ചു നോക്കിയേ, ചിലപ്പോ പൂച്ചയ്ക്ക് അറിയാമായിരിക്കും. ഈച്ച പെട്ടെന്ന് മിയാവൂ, മിയാവൂ എന്നു പറഞ്ഞുകൊണ്ടിരുന്ന പൂച്ചയുടെ അടുത്തെത്തി. ഈച്ച ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞാന്നറിയാമോ? പൂച്ചേ, പൂച്ചേ, ഞാൻ എന്റെ പേര് മറന്നുപോയി പൂച്ചേ. ഞാൻ ആരോടെല്ലാം എന്റെ പേര് ചോദിച്ചെന്നറിയാമോ? പശുക്കുട്ടിയോട്, പശുവമ്മയോട്,
വടിയോട്, വടി വളരുന്ന ചെടിയോട്, ചെടി വളരുന്ന കുളത്തിനോട്, കുളത്തിലെ മീനുകളോട്, മീൻ പിടിക്കുന്ന മുക്കുവരോട്, മുക്കുവന്റെ പൂച്ചയായ നിന്റെ അടുത്താണിപ്പൊ ഞാന് അവസാനം വന്ന് നിൽക്കുന്നത്. നിനക്കെന്റെ പേരറിയാമോ? പൂച്ച മ്യാവൂ മ്യാവൂ എന്നാക്കി. എന്നിട്ട് പറഞ്ഞു, ഹേ, നിന്റെ പേര് ഞാൻ എങ്ങനെ മറക്കാനാ? എന്റെ പേര് പോലെയല്ലേ നിന്റെ പേരും. ഞാൻ പൂച്ച, നീ ഈച്ച. ഈ ഈ ഈച്ച. ഈച്ച പെട്ടെന്ന് പറക്കാൻ തുടങ്ങി. പൂച്ചയ്ക്ക് ചുറ്റും. ഈച്ചയ്ക്ക് സന്തോഷമായി. ഈ എന്റെ പേര് കിട്ടിയേ, ഈച്ച. എന്റെ പേര് പറഞ്ഞു തന്നേ, പൂച്ച. പൂച്ച, ഈച്ച, ഈച്ച, പൂച്ച, പൂച്ച, ഈച്ച. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈച്ച അവിടെ എല്ലാം പറന്നു നടക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഒരിക്കലും ഈച്ച ഈച്ചയുടെ പേരും ഈച്ച പൂച്ചയുടെ പേരും മറന്നിട്ടില്ല. ഈച്ച പൂച്ച, ഈച്ച പൂച്ച. ഇനി നമുക്ക് ആരോടൊക്കെയാണ് ഈച്ച പോയി തന്റെ പേരറിയാമോ എന്ന് ചോദിച്ചതെന്ന് ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കിയാലോ? എല്ലാവരും ഒന്ന് കൂടെ പറഞ്ഞേ. പശുക്കുട്ടിയെ, പശുവമ്മേ, വടിയേ, വടി വളരും ചെടിയേ, ചെടി വളരും കുളമേ, കുളത്തിലെ മീനുകളെ, മീൻ പിടിക്കുന്ന മുക്കുവരെ, മുക്കവരുടെ പൂച്ചയെ, എന്റെ പേരെന്താണ്? ഈ ഈച്ച. അത് പറഞ്ഞു തന്നതാരാണ്? പൂ പൂ പൂച്ച. മ്യാവ് മ്യാവ്. നിങ്ങൾക്ക് ഈ കഥയൊക്കെ പറഞ്ഞു തരുന്ന എന്റെ പേരെന്താണ്? അഞ്ജലി. അപ്പോ ഇനി നമുക്ക് മറ്റൊരു കഥയുമായി കാണാം.